Hi friends, welcome to KissSwipe driving license related videos. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ലൈസൻസ് നമുക്ക് ഒരു കാർഡ് രൂപത്തിൽ നമ്മുടെ കൈവശം വെക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടായാൽ മതി. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഫോണിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും, പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിളിൽ ചെന്ന് പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ പരിവാഹൻ സേവ എന്നൊരു സൈറ്റ് ലഭിക്കും. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മുടെ വാഹനവുമായും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുമായും ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ മുകളിൽ കാണുന്ന ഓപ്ഷനുകളിൽ ഓൺലൈൻ സർവീസ് സെലക്ട് ചെയ്ത് മൂന്നാമത്തെ ഓപ്ഷനായ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് സെലക്ട് ചെയ്യുക. ശേഷം ഇങ്ങനൊരു പേജിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് പരമായിട്ടുള്ള എല്ലാ സർവീസുകളും ഇവിടെ കാണാൻ സാധിക്കും. ഈ പേജിൽ കാണുന്ന മുകളിൽ കാണുന്ന ഓപ്ഷനുകളിൽ ലാസ്റ്റ് ഓപ്ഷനായ അതർ എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് അതിൽ ഒന്നാമത്തെ ഓപ്ഷനായ സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നീട് കാണുന്നത് ഇങ്ങനൊരു പേജിലാണ് നമ്മൾ എത്തിച്ചേരുക. ഇവിടെ സെർച്ച് ക്രൈറ്റീരിയ എന്ന ഗ്രീൻ ലെറ്ററിന് താഴെയുള്ള സെലക്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബ്ലാക്ക് ബോക്സിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും. LL നമ്പർ, DL നമ്പർ, CL നമ്പർ, ലേണേഴ്സ് ലൈസൻസ് നമ്പറാണ് ഒന്ന്. അത് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, അതേപോലെ കണ്ടക്ടർ ലൈസൻസ്, ഇങ്ങനെയുള്ള ചില ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. നമുക്ക് വേണ്ടത് DL നമ്പറാണ്. നെക്സ്റ്റ് കാണുന്ന കോളത്തിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ കൊടുക്കുക. നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൊടുക്കുന്ന നമ്പർ ഇവിടെ 15 ഡിജിറ്റ് ഉണ്ടായിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറിൽ 15 ഡിജിറ്റ് ഉള്ളവർ അങ്ങനെ കറക്റ്റ് കൊടുക്കുക. പക്ഷേ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ അങ്ങനെ 15 ഡിജിറ്റ് ഇല്ല. എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഏത് വിധത്തിലാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതിൽ ബ്ലൂ ലെറ്ററിൽ അടയാളപ്പെടുത്തിയതാണ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി എൻ്റെ ഇതിലുള്ളത് പോലെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷേ ഇത് 15 ഡിജിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ നമ്പർ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ ഇതിന് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇതിനെ എങ്ങനെ മാറ്റി അവിടെ എഴുതണം എന്നുള്ളത് തൊട്ടപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ സ്റ്റേറ്റ് എഴുതുക. കേരള എന്നുള്ളതിൻ്റെ KL എഴുതുക. അതിനുശേഷം നമ്മുടെ RTO നമ്പർ. എൻ്റെ ലൈസൻസിലെ RTO നമ്പർ ഫസ്റ്റ് കാണുന്ന 11 ആണ്. അതിനുശേഷം നമ്മുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്ത വർഷം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ 8 ഡിജിറ്റ് ആയിട്ടുണ്ടാകും. ഇനി കൊടുക്കാനുള്ളത് നമ്മുടെ ലൈസൻസിൽ കാണുന്ന നടുഭാഗത്തുള്ള 34356 എന്ന നമ്പറാണ്. ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 13 ഡിജിറ്റാണ് ലഭിക്കുക. നമുക്ക് മൊത്തമായി വേണ്ടത് 15 ഡിജിറ്റാണ്. ബാക്കി ബാലൻസ് വരുന്ന 2 ഡിജിറ്റ് നമുക്ക് 020 ആഡ് ചെയ്യാം. പക്ഷേ ആ 20 നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് ആ നടുവിൽ കാണുന്ന 5 അക്ക നമ്പർ കൊടുക്കേണ്ടത്. ഇപ്പോൾ മൊത്തമായി നമുക്ക് 15 ഡിജിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ലൈസൻസ് നമ്പർ കൊടുക്കേണ്ടത്. നിങ്ങളും ഇതുപോലെ കറക്റ്റായി ലൈസൻസ് നമ്പർ കൊടുക്കുക. അടുത്തത് നെക്സ്റ്റ് കോളത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഉള്ളതുപോലെ തെറ്റാതെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെയും കൊടുക്കുക. അത് കഴിഞ്ഞ് താഴെ കൊടുത്തിട്ടുള്ള ക്യാപ്ച ടൈപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഫോട്ടോ ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും, നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് വെഹിക്കിളിൻ്റെ ലൈസൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എനിക്കിവിടെ വെച്ച് എൻ്റെ ഈ ലൈസൻസ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കില്ല. കാരണം എൻ്റെ ഫോൺ നമ്പർ ചേഞ്ച് ആയത് കാരണം ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് അവിടെ. നിങ്ങൾക്ക് ഇവിടെ ചെയ്തിട്ട് നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.